ഹലോ ചങ്ങായിമാരെ, ഇമ്പളെ ഇന്തോനേഷ്യൻ വ്ളോഗിലേക്ക് പോന്നോളെ. ഇവിടെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒന്ന് ബൈക്കോ അല്ലെങ്കിൽ കാറോ. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട്, അതൊന്നും എളുപ്പമൊന്നുമല്ല. അത് നിങ്ങൾക്ക് വഴി അറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു വേറെ എവിടെയെങ്കിലും നിങ്ങളെ കൊണ്ടിറക്കി തരും. അപ്പോൾ അതിനും നല്ലത് ഗോജക്ക് പിന്നെ ഗ്രാബ് എന്ന് പറഞ്ഞ രണ്ട് ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ സ്ഥലം ഇവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് മാർക്ക് വരെ ചെയ്ത് കൊടുക്കാം. നമ്മളെ മാപ്പിൽ തുറന്നിട്ട് മാപ്പിൽ ഇങ്ങനെ നമുക്ക് ഓടാൻ വേണ്ടി വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലെ അതിൻ്റെ കാണിച്ചു തരും. എത്ര എമൗണ്ട് ആവും എന്നുള്ളതൊക്കെ, എത്ര ദൂരം ഉണ്ടോ എന്നുള്ളതും പറഞ്ഞുതരും, എത്ര മിനിറ്റ് എടുക്കും അങ്ങോട്ട് എന്നുള്ളതും പറഞ്ഞുതരും. അപ്പോൾ അതാണ് ഏറ്റവും നന്നാവുക. ഈ രണ്ട് ആപ്പിൽ നിങ്ങൾ എപ്പം ബുക്ക് ചെയ്താലും ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഓലെത്തും. കാരണം ഓലെന്നാണ് ഈ റോഡ് മേലെ ഫുള്ള് ഓടി കിടക്കുന്നത്. പച്ച ഹെൽമെറ്റ്, പച്ച തൊപ്പി അതിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രാബും എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും അവർക്ക് നമ്മൾ ബുക്ക് ചെയ്തതാണ്. അത് കാണിച്ചപ്പോൾ കൺഫേം ആക്കുക. കാരണം വേറെ ആൾക്കാർ ബുക്ക് ചെയ്തതും വരും. അപ്പോൾ ശ്രദ്ധിക്കണം, വേറെ ആൾക്കാർ ബുക്ക് ചെയ്തതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ടൊക്കെ പെട്ടെന്ന് ഒന്നും ധൃതി ചെയ്യണ്ട. ഒക്കെ സാവധാനം നോക്കി വ്യക്തമാക്കിയതിൻ്റെ ശേഷം മാത്രം ചാടി പുറപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഓല് നിങ്ങളെ കൊണ്ടുപോകും. അതിനനുസരിച്ചുള്ള പൈസ അവർക്ക് കൊടുത്താൽ മതി. റൂമോ ഹോട്ടലോ അപ്പാർട്ട്മെൻറ്റോ സ്റ്റുഡിയോ എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ 3 ആപ്പ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഒന്ന് അഗോഡ, ഒന്ന് booking.com, ഒന്ന് ട്രാവലോക്കിയ. ഈ 3 എണ്ണത്തിൽ ഏതിലും നിങ്ങൾ ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് റൂം കിട്ടും. കഴിയണം പറ്റുന്നത് നിങ്ങൾ റോഡ് സൈഡിലുള്ളതൊക്കെ നോക്കുക, ഉള്ളിലേക്കുള്ളത് നോക്കാൻ നിൽക്കണ്ട. റോഡ് സൈഡിലാവുമ്പോൾ നിങ്ങൾക്ക് പോയി വരാനും പീടികകളൊക്കെ പോകാനും ഭക്ഷണം വാങ്ങാനൊക്കെ ഒരു എളുപ്പമുണ്ടാവും. മറ്റേത് ഉള്ളിലേക്കാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ചുറ്റുവട്ടത്ത്, പിന്നെ നിങ്ങൾ പെടും. അപ്പോൾ അതിന് നല്ലത് വെറുതെ വില കുറഞ്ഞത് നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകാൻ നിൽക്കാതെ റോഡിലേക്ക് വന്നോളി. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സേഫായിരിക്കും, പ്രശ്നമില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ നടക്കും. ഈ ആപ്പിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് സംഗതികൾ നോക്കൊക്കെ വേണം. ചാടി കയറി ബുക്ക് ചെയ്യാൻ നിൽക്കണ്ട. അതിലെന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ച് കൺഫേം ആക്കിയതിൻ്റെ ശേഷം മാത്രം ബുക്ക് ചെയ്യലും പേയ്മെൻറ്റ് ചെയ്യലൊക്കെ ചെയ്യുക. അല്ലാതെ പോയി കുടുങ്ങാൻ നിൽക്കണ്ട. പൈസ പോയി കിട്ടും. റീഫണ്ട് എന്നൊക്കെ ഒരു പറയും, അത് കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ ശരി മക്കളെ, അടുത്ത വീഡിയോ കാണാം.